ഹലോ, ഞങ്ങളിപ്പോൾ പോകുന്നത് ശോഭിയുടെ വീട്ടിലോട്ടാട്ടോ. ശോഭിയുടെ വീടിൻ്റെ പാല് കാച്ചലാണെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ശോഭിയുടെ വീടിൻ്റെ ഫുൾ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയണുണ്ടാവും ശോഭീനെ. അപ്പോൾ വീട്ടിൽ 8:30 ആയപ്പോഴാണ് ആ പാല് കാച്ചലിൻ്റെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛൻ കറക്റ്റ് ഒരു 8:30 ആയപ്പോൾ തന്നെ വന്നു. അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് വെഞ്ചിരിച്ച് പാല് കാച്ചലിൻ്റെ ചടങ്ങിലോട്ട് പോയി. അത് കഴിഞ്ഞ് പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തീ കൊളുത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ അടുപ്പൊന്നും ഇല്ലാത്ത കാരണം ഗ്യാസുമ്മ തന്നെ കേട്ടോ പാല് കാച്ചിയത്. അവരിപ്പോൾ കാരണം വൈഫ് പുറത്തല്ല ശോഭയുടെ, അത് ശോഭയുടെ വൈഫാണ്. അപ്പോൾ വൈഫ് പുറത്തായതുകൊണ്ട് ശോഭയുടെ മോനും ശോഭി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ അടുക്കളയൊന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ കുറച്ച് മധുരമൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു ചെപ്പാറ വരെ ഒന്ന് പോവാന്ന്. ഇതാണ് ചെപ്പാറ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്. അവിടെ എന്ന് പറഞ്ഞാൽ കുറേ നല്ല സീനറികളാണ്. ഒരു 5 മണി നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഫോട്ടോസ് എടുക്കാം. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി, എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ശോഭയുടെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേർ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് നടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.